ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്രസോവൈറ്റി. അപ്പോൾ ഗീസ് ഇന്നെത്തിയിരിക്കുന്നത് ബ്ലോക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗീസ്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഗീസ്. എന്താണെന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല ഗീസ്. ഇന്ന് എൻ്റെ ഈ ടൈഗർ ഫ്രൂട്ടിനെ മാക്സിമം അടുത്ത മൂവെങ്കിലും അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഗീസ് ഇത്തിരി ലെങ്തി വീഡിയോ ആണ്. കണ്ടവർക്ക് കാണാം, കണ്ടവർ കാണണ്ട. ഓക്കെ, എന്തായാലും മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് തന്നാലോ. ടോർമെന്റ്, പെയിൻ, ക്രിയേഷൻ ക്വൈക്ക് അത് പറ്റൂല. സ്പിരിറ്റാണ് ഇങ്ങോട്ട് പറയുന്ന സ്പിരിറ്റും ബ്ലിസാർഡും. ഓക്കെ, നൈസ്. അക്സെപ്റ്റ്. I only want Blizzard. ഓക്കെ, ബ്ലിസാർഡ് ആണ് അവൻ എനിക്ക് തരാൻ പോകുന്നത്. അപ്പം ബ്ലിസാർഡിന് ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തേഞ്ഞ്. അപ്പം അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞൂടാ. Bro, my best fruit is this. Bro, my best fruit is this. ഈ ബ്ലിസാർഡൊക്കെ പോയി കിട്ടും. അപ്പം ഞാനിത് ഉപയോഗിക്കാനല്ല എടുക്കുന്ന. എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ടൈഗറാക്കി ഒരു കിറ്റ്സുനെ ഒപ്പിക്കണം. അതിനാണ് ഈസ്, അല്ലാതെ എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കിപ്ലോയി മാഗ്മ ഉണ്ട്. ഓക്കെ, മാഗ്മ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാഗ്മ. ഓക്കെ, only creation. ചെറുക്കെ എണീറ്റ് ഭൂമിക്കണം. ഈഗിളും പറ്റത്തില്ല. അവൻ്റെ അത് ഉണ്ടെന്ന് പറയുന്നത്. ഡാർക്ക് അതും ഉണ്ട്. അവൻ്റെ ഇല്ലാത്ത ഫ്രൂട്ടൊന്നും ഇല്ല ഗൈസ്. അവൻ്റെ ഇല്ലാത്ത ഫ്രൂട്ടൊന്നും ഇല്ലാത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ സ്കോർ വന്നിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ കോറിനെ അടിക്കാം. ഓക്കെ, ഈ സ്കോർ വന്നു. ഗേസ് ഇതടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്രൂട്ട് കിട്ടും ഗേസ്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏതാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും കയറി നോക്കാം ഗേസ്. ഓ ഗേസ്, എന്നെ കൊന്നു. അവർക്കറിയാം ഞാൻ അടിക്കുന്നു. കോർ ഓപ്പണായി. ഗേസ് എത്തട്ടെ. അങ്ങോട്ടെത്തട്ടെ. ഒരു മാഗ്മ അവിടെ കിടന്ന് മഞ്ഞടി. ഓക്കെ, ഇവിടുന്ന് അടിക്കാം. എനിക്കെല്ലാം കിട്ടിയ. എനിക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ കിട്ടും? അവിടുന്ന് അതും പോയി, എല്ലാം പോയി. എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും കിട്ടുമായിരിക്കും. വല്ല കിട്ടുമോ ഇവിടെ നിന്ന്? ഐറ്റംസിലൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ആട്ടെ കേസ്. നമുക്ക് നേരെ ഗ്രൈൻഡിങ്ങിലോട്ട് കിടക്കാം. പക്ഷെ ഇനി 113,000 ഉണ്ട്. ലക്കുണ്ടെങ്കിൽ നമുക്കൊന്ന് റോൾ ചെയ്യാം. ഓക്കെ, ഒന്ന് റോൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ട് ഇപ്പൊ നമുക്ക്. ഓക്കെ, അതാർക്ക് കിട്ടിയേ? എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 116,000 ആക്കിയിട്ടുണ്ട്. അതായത് 116,000. കേസ് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ.
പ്ലീസ് എനിക്ക് ഇവിടെ ഒരു അവസരം കിട്ടിയേക്കാണ്. ഇവ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട ഗേസ്. ഇവ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി. ഇവ എന്ത് ഗേസ്? അവ എനിക്കൊന്നും തന്നില്ല, ഈ സൗ പോയി. ഇവിടെയായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ 2.3 മില്യൺ സാധനം ഓഫർ ചെയ്തപ്പോൾ എനിക്ക് സ്പൈഡർ ഓഫർ ചെയ്തേക്കുന്നു. അവനെ അടിക്കണ്ടേ ഇവനെ അടിക്കണ്ടേ? അവനെയൊക്കെ അടിച്ച് പൊട്ടിക്കണം ശരിക്കും. ചെറുക്കന്മാരൊന്നും ഓഫർ ചെയ്യുന്നില്ല. അപ്പം മിക്കവാറും എക്സ്ചേഞ്ച് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആവട്ടെ, എന്തായാലും നമുക്ക് ഗ്രൈൻഡിങ്ങിന് കൂടുതൽ ലേറ്റ് ആക്കണ്ട. നേരെ ഏരിയ 2 കുസ്റ്റീവറല്ല, നേരെ ആദ്യം ഈ ബാക്കിൽ പോയിട്ട് ഇവിടെ ഒരു ചെസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടും. അത് ഈ ചെസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 816 ഒരു ഡീസൻറ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. 17,000 ആയിട്ടുണ്ട്. നമുക്ക് 130 160 സംതിങ് വേണം ഒരു റോളിന്. ഒരു റോള് ചെയ്യണമെങ്കിൽ. അപ്പം അത് ചെയ്യാൻ ഇപ്പോൾ പൈസ ആയിട്ടില്ല. ഓക്കെ, നേരെ പോയി കുറച്ച് കൊസ്റ്റ് എടുത്ത് മാസ്റ്ററി കുറച്ച് കൂട്ടണം. ഇപ്പം എൻ്റെ മാസ്റ്ററി 120 ആവുന്നേ ഉള്ളൂ. 120 പോലും ആയില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും കുറച്ച് മാസ്റ്ററി ഒപ്പിച്ചിട്ട് വേണം ഈ ടൈഗറിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ. അപ്പം അതാണ് ഇപ്പം എൻ്റെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പം ഈ 8 മാർഷണറിയെ കൊന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ആ മാസ്റ്ററി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ ആ മാസ്റ്ററി കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഓക്കെ, ഇപ്പം എനിക്ക് മാസ്റ്ററി അത്യാവശ്യമാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കിപ്പോൾ മാസ്റ്ററി അത്യാവശ്യമാകാൻ കാരണം എന്താ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ടൈഗർ ഫ്രൂട്ടാണ് കയ്യിരിക്കുന്നത്. ഇത് ഭയങ്കര OP ആണ്. പക്ഷെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഭയങ്കര OP ഫ്രൂട്ടാണല്ലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ ടൈഗറിനെ പറ്റി. ടൈഗർ എത്ര OP ആണെന്ന് ഒരു സാധാരണ ബ്ലോക്സ് ഫ്രൂട്ട്സ് പ്ലെയറിന് എന്തായാലും മനസ്സിലാവും. അപ്പം ടൈഗറിൻ്റെ OPനെസ് കൂട്ടാനാണ് ഇപ്പം മാസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ 3 മൂവേ കാട്ടുള്ളൂ. 120. ഓക്കെ, 120 അങ്ങനെ ഫൈനലി 120 എത്തിയിരിക്കുകയാണ്. ഇവനെയും കൂടെ അടിച്ച് എങ്ങനെയും 100 ഇന്നത്തെ എപ്പിസോഡിൽ ഓൺ ക്യാമറയിൽ മിക്കവാറും 140 അത്ര എത്തിക്കാൻ ഞാൻ നോക്കും. എന്തായാലും ഇപ്പം 120 ഒരു 4 വട്ടം ഇവരുടെ കൊസ്റ്റ് എടുത്താൽ തന്നെ മിക്കവാറും നമുക്ക് 140 കിട്ടും. 8 പേര് വെച്ച് ഉണ്ടായിരുന്നു. എവിടെ ആളില്ലേ? ആള് പോയാടേ, ഇവിടെ പോയിടേ ആള്. അതാ വരുന്നു അവൻ. ഓക്കെ, ഓ ഗൈസ്, പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ ഇവനക്കൊന്ന പക്ഷെ കിട്ടും എന്തെങ്കിലും. ഇവനക്കൊന്ന പക്ഷെ എന്തെങ്കിലും കിട്ടും. ചിലപ്പോൾ 2 മാസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ 1 മാസ്റ്റർ ആയിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇപ്പം തന്നെ ടൈഗർ അത്യാവശ്യം OP ആണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അറ്റാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര OP ആണെന്ന് ഇപ്പം തന്നെ. പക്ഷേ ഇനി മാസ്റ്റർ അൺലോക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല OP ആവും. മെനു ഐറ്റംസിൽ ലെതർ എന്ന് പറയുന്ന സാധനം കയറിയിട്ടുണ്ട്. ഇത് കയറിയ എന്താണ് ഉപകാരം? ഇവിടെ വാർഡോബിൽ ലെതർ കയറിയ ലെതറിൻ്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലാവില്ലേ? ഇതൊന്നു ഇവിടെ ലെതർ താണ്ട നടത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം 121 നമ്മൾ ആയിട്ടുണ്ട്. 3 പേരെ കൊന്നപ്പോഴത്തേക്ക്. അപ്പം ഇനി 4ാമത്തെ ആളെ കൊല്ലാൻ പോവുകയാണ്. പുള്ളിക്കാരനെ കൂടെ കൊന്നു കഴിയുമ്പോൾ എത്ര ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും. അപ്പം ഞാൻ നോക്കട്ടെ എത്ര ആവും. 180 ആണ് ഈ അസൾട്ട്. അല്ല, ഈ ആഫ്റ്റർ ഇമേജ് അസൾട്ട് എന്ന് പറയുന്ന ആ ഒരു മൂവ് വലിയ സംഭവമാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഡാമേജ് വരും. പക്ഷെ ആ എനിമിയെ കാണാനില്ല, അതാണ് ഇപ്പോഴത്തെ കാര്യം. വേറെ ഇഷ്ട എനിമി എനിമി കുടുങ്ങി എവിടെ അല്ല ഇവിടെ അതാ നിൽക്കുന്നത്. ഇവിടുന്നവന് വരാൻ പറ്റുക. ഓക്കെ, അപ്പോൾ വീണ്ടും XP മാത്രം കയറി, ലെവൽ കയറിയില്ല, കുറച്ച് പൈസയും കയറി. 119,000 ആയി അവനെ അടിച്ചപ്പോൾ. 17 നിന്നതാ, 2000 രൂപ കൂടി. ഓക്കെ, അത്ര തന്നെ സംഭവിച്ചുള്ളൂ, അത് കൂടുതലും സംഭവിച്ചില്ല. ഈ ശിവനെ കാണാനില്ലല്ലോ ഇവിടെ ഒന്നും. അവിടെ പോയി.
മിക്കവാറും ഇവിടെ തന്നെ കാണും ഗീസ്, അല്ലെങ്കിൽ ഇവിടത്തെ കാണും. അതാ നിക്കുന്നേ അതാ നിക്കുന്നു ഗീസ്. ഞാൻ അടുപ്പിച്ചങ്ങ് ഫിംഗർ ബോളർ ഇട്ടവനെ അടിച്ചു ഒതുക്കി. പക്ഷെ എന്നാലും അവൻ ഒതുങ്ങിയിട്ടില്ല. ചാത്താലേ തീരും. ഞാൻ ചത്തില്ലേ? അവന് കിട്ടിയില്ലേ? അവന് കിട്ടിയ ഓക്കെ, അവന് കിട്ടി. സംഭവം അവന് കിട്ടി, പരിപാടി അവന് കിട്ടി. ഓക്കെ, അങ്ങനെ 122 ലെവലുമായി, 119,000 കോയിനുമായി, ഐറ്റംസും കിട്ടി. മൊത്തത്തിൽ നമ്മൾ ഇത്തിരി റിച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ തേർഡ്സി എത്തണമെങ്കിൽ 1300 1500 കണ്ട ലെവല് വേണം. അതാക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാട് പെടുന്നു. അതിനാണ് ഇനി വൻ ഗ്രൈൻഡിങ് വേണ്ടി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ട്രാൻസ്ഫോർമേഷൻ അൺലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ തേർഡ്സിയിൽ സർവൈവ് ചെയ്യാൻ നമുക്ക് പറ്റൂ. അപ്പോൾ തേർഡ്സി സർവൈവിന് വേണ്ടിയാണ് ഇപ്പം തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ അൺലോക്ക് ചെയ്യാൻ മാക്സിമം നോക്കും. ഗേസ് അതിൽ നിന്നും XP മാത്രം കിട്ടി, ലെവല് കയറിയില്ല. ഗേസ് ഇവിടെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഗ്രൈൻഡിങ് പോസിബിൾ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഗ്രൈൻഡിങ് ഭയങ്കര സ്ലോ ആണ്. അപ്പം എത്രത്തോളം പോസിബിൾ ആവുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ട്രാൻസ്ഫോർമേഷൻ എത്തിക്കാൻ മിക്കവാറും ഞാൻ കുറെ കഷ്ടപ്പെടും ഗീസ്. കാരണം അടുത്ത ലെവൽ അൺലോക്ക് ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് ഇപ്പൊ തന്നെ ലെവൽ കയറാൻ പാട് 23 ആയതേ ഉള്ളൂ ഇതുവരെ. നമ്മളിപ്പോ 8ാമത്തെ ആളെ കൊല്ലാൻ പോവാ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആളെ. അയാളെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എത്ര ലെവല് കയറും. മിക്കവാറും ചിലപ്പോൾ ഒരു 2 ലെവല് കയറും കൂടിപ്പോയാൽ. നമുക്ക് ബോസസിനെയാണ് ഇപ്പൊ കൊല്ലേണ്ടത്. ബോസസിനെ കൊല്ലുമ്പോഴാണ് മാസ്റ്ററി കൂടുതലും കയറുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ് ചെറിയ സംഭവം മറക്കല്ല പ്ലീസ്. 11 മിനിറ്റായി, 764 കേട്ടോ എൻ്റെ ലെവൽ. 764 ലെവലുമായി, 123 മാസ്റ്ററിയായി. സ്റ്റാറ്റ്സ് വന്ന് കിടപ്പുണ്ട് ഫ്രൂട്ടിൽ. ഞാൻ 3 ഫ്രൂട്ടി കൊടുക്കുവാണ്. ഫ്രൂട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു ഗുണമുണ്ട്. ആ ഗുണം കാരണമാണ് നമ്മൾ പെട്ടെന്ന് കയറുന്നത്. നമുക്ക് ലവനെ പോയി അടിക്കണം ഗീസ്. ലവനെ ആരെയാന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ഗീസ്. അതെ ഗീസ്, നമ്മുടെ മറ്റേ ലവൻ, പേരെന്തായിരുന്നു? ലവൻ, മറ്റേ ബോസ് ഉണ്ടല്ലോ, അഡ്മിനർ അല്ലല്ലോ, ഒരു പച്ച കളർ. ഇവിടെ ഒരു മലയുടെ അടുത്തൊരു ബോസ് ഉണ്ട്. ആ മലയിലെ ബോസിനെ പോയി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇത് കിട്ടും, അത്യാവശ്യം പൈസ കിട്ടും. ഗീസ് ഒറ്റ മിനിറ്റ് അല്ല, കുറച്ചും കൂടെ പൈസ കേട്ടോ. ആ ബോസിനെയും കൂടെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോയി റോൾ ചെയ്യാം ഗീസ്. ആ DMണ്ട് അവൻ തന്നെ ഗീസ്. അവൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവനെ കൊന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ലെവൽ കിട്ടും ഗീസ്. ബാക്കിയുള്ളവരെ കൊല്ലുന്നതിനെക്കാട്ടിലും എഫക്റ്റീവ് ആണ് അവനെ കൊല്ലുന്നത് എന്തുകൊണ്ടും. കാരണം അവൻ ഒരു ബോസ് ആണല്ലോ, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഗീസ് അവനൊരു ബോസ് ആയതുകൊണ്ട് അവനെ കൊന്ന നല്ല ലെവലായിരിക്കും. ഒരു 4-5 ലെവൽ അടുപ്പിച്ചിട്ടു, അല്ലെങ്കിൽ മിനിമം ഒരു 3എങ്കിലും കിട്ടും ഗീസ്. നിൽക്കുന്നു അവൻ നിൽക്കുന്ന സ്ഥലം അതാ, മറ്റേ മരം കുത്തി വെച്ചേക്കുന്ന ഒരു മല ഉണ്ടോ, അവിടാണ് അവൻ നിൽക്കുന്നത്, ആ ഒരു ബോസ് നിൽക്കുന്നത്. അപ്പൊ ഗീസ് അവനെ കൊന്നു കഴിഞ്ഞാൽ ലാഭമാണ്, ജാക്ക്പോട്ട് അടിക്കും, നമ്മുടെ ലെവലും കൂടും. ഇപ്പൊ തന്നെ വീഡിയോ 13 മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ലെങ്തുള്ള വീഡിയോ ആയിരിക്കും. 140 പോസിബിൾ അല്ല, ഒരു 130എങ്കിലും ആക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. കാരണം ഇത്രയും കുറവിൽ നിർത്തിയ അതൊരു ഉപകാരമുള്ള വീഡിയോ ആയി കാണില്ല. ഓക്കെ 11 മിനിറ്റ് ഉണ്ട് ഗൈസ് ഇനി അവൻ വരാൻ. ഇപ്പൊ ഒന്നും അവനെ വരാൻ പറ്റത്തില്ലല്ലോ, എന്തോ ചെയ്യും ഇപ്പൊ. ഒരു കാര്യം ചെയ്യും ഗൈസ്, 132,000 നമുക്ക് ഹോമിലോട്ട് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഒരു റോള് നടത്തി വെക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ എല്ലാ കിഡ്സിനെ അടിച്ചാലോ. ലക്കിലടിച്ചല്ലായിരുന്നു ഈ ടൈഗർ. എന്തായാലും ഞാൻ അങ്ങോട്ട് ഡ്രാഗൺ ടാലൻ ഈ ഡ്രാഗൺ ടാലൻ വാങ്ങാൻ നല്ല സെലക്ട് കോൾ ടൈപ്പ് 1 and 2 റയർ. ഓകെ ഷാർക്ക് ടൂത്ത് വേണം, ഫോഴ്സ് ഗോൾഡ് വേണം, ഇലക്ട്രിക് വിങ് വേണം. ഇതൊന്നും നമ്മുടെ ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഡ്രാഗൺ ടാലൻ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണെങ്കിൽ വിഷയം ഒരു ഫൈറ്റിംഗ് സ്റ്റൈലാണ്. ഫോർഡ് ഗണ്ണ്, ഫിഷിംഗ് റോഡ്, ഫോർഡ് type modifiers applied, hero items, confirm. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ടോന്ന് മനസ്സിലായില്ല എനിക്ക്.
ഓക്കെ. പക്ഷെ എന്റെ വെപ്പൺ എന്താ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. വൈപ്പ് ഇമേജ്. ഓ ഓക്കെ. എന്തെങ്കിലും ആട്ടെ, എന്തായാലും റോൾ ചെയ്യാൻ കേസ്. എത്രയായി റോളിന്? പൈസ 30 തന്നെ ആയാൽ മതിയായിരുന്നു, അല്ലേ പണി കിട്ടെങ്കിൽ. ഇൻട്രസ്റ്റ്. ഓ ഗെയ്സ്, ഇല്ല ഗെയ്സ്, 132 നമ്മുടെ 139 വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ് മാറ്റിയെടുത്തേ ഇവിടുത്തെ സയന്റിസ്റ്റുകളുണ്ടല്ലോ, ആ പൊട്ടന്മാരെ കൊന്നതിന് ചിലപ്പോൾ ഇത്തിരിയും കൂടെ ഇത് കിട്ടും. ഇതിനെ ഇപ്പൊ നമുക്ക് കിട്ടിയ ലെവലിലെ കാട്ടില്ല, കാരണം ഈ പൊട്ടന്മാർക്ക് നല്ല ലെവലുണ്ട്. ഈ പൊട്ടന്മാർക്ക് ഇവിടുത്തെ ഏരിയ 1 ക്വസ്റ്റ് ഗീവർ ആരാ, അവനെ കണ്ടാലേ വിഷയം നടക്കും, അല്ല ബാക്കി കാര്യങ്ങളാണ്. ചെറുക്കൻ എവിടെ പോയി കിടക്കുന്നു? ഏരിയ 1 ക്വസ്റ്റ് ഗീവർ. ഹലോ, ഏരിയ 1 ക്വസ്റ്റ് ഗീവർ ഇവിടെ വല്ലതും ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഏരിയ 1 ക്വസ്റ്റ് ഗീവർ, ഹലോ. ഇവൻ ഈ ഏതോ പരിസരത്താ, പക്ഷെ ഏത് പരിസരത്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ചെറുക്കനെ കാണാനില്ല. നമുക്കത് കാരണം ഏരിയ 2 തന്നെ പോയി ബാക്കി പരിപാടികൾ ചെയ്യാം. നമുക്ക് ഇപ്രാവശ്യം റൈഡറിനെ അടിക്കാം. ഓക്കെ, റൈഡറിനെ അടിക്കും ഇപ്രാവശ്യം. ഡയമണ്ട് വരാൻ 11 മിനിറ്റ് സമയമുണ്ട്. ഡയമണ്ട് വരുന്നത് കാണിച്ചിട്ട് വെറുതെ വിചാരിച്ചപ്പോൾ ആ ചെറുക്കൻ വരാൻ 11 മിനിറ്റ്. അത് കാരണം അത് കാണിക്കാൻ പറ്റി. ഡൈസിന് അതങ്ങ് കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള സാധാരണ അല്ലറ ചില്ലറ ക്വസ്റ്റ് എടുത്ത് മാക്സിമം 30 ആക്കാൻ പറ്റുമോ നോക്കാം. ഗൈസ്, 764 ലെവലേ ഇതുവരെ ആയിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ 800 പോലും കടന്നില്ല. 800എങ്കിലും കടക്കണം ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഗ്രൈൻഡിങ് വിഷയമാക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ മാർഷണറി എടുക്കാം. മാർഷണറി തന്നെ എടുക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു മാർഷണറിക്ക് തന്നെ അല്ലല്ല അല്ല റൈഡർ എടുക്കുമ്പോൾ എന്തോ ഇത് അതേ ഗൈസ്. ഇല്ല, റൈഡറിനാണോ മാർഷണറിക്കാണോ വില കൂടുതൽ? ഓ, മാർഷണറിക്കാ വിലയും എക്സ്പിയും കൂടുതൽ. ഓക്കെ, അപ്പൊ മാർഷണറി തന്നെ കൊല്ലാൻ ഗൈസ്. 8 പേരെ കൊല്ലണം വീണ്ടും. ഗൈസ്, എത്ര കൂടുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നൊരു 126 കഴിയുമ്പോൾ. 26 അല്ലെങ്കിൽ 25 മാക്സിമം ഈ ഒരു ക്വസ്റ്റ് കഴിയുമ്പോൾ. അതാണ് എൻ്റെ ഒരു നിഗമനം. അറിഞ്ഞൂടെ എത്രത്തോളം എഫക്റ്റീവ് ക്വസ്റ്റാണ് ഇതെന്ന്. എനിക്കറിയാവുന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റാണ് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഡാർക്ക്നെസ് ഹാസ് ബീൻ അൺലീഷ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ച് നമ്മൾ ടൈഗർ മാസ്റ്റർ ലെവൽ 124 പോയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 126 125 ഒക്കെ ആയിരിക്കും ഫൈനൽ റിസൾട്ട്. ഒക്കെ അറിയൊരു ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് നിങ്ങൾ നോക്കിക്കോ. ഇത് ഈ ഒരു അടിയിൽ നമുക്ക് കിട്ടില്ല, എന്താ മാസ്റ്റർ കിട്ടില്ല. ഓക്കെ, അടുത്ത ആളെ കൊല്ലുമ്പോഴാണ് അടുത്ത മാസ്റ്റർ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അടിയിൽ മാസ്റ്ററിനെ കിട്ടില്ലെന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ അവന്മാരുടെ അടി മാക്സിമം കൊള്ളാതെ നോക്കണം, കാരണം അവന്മാർക്ക് നല്ല പവർ ഉണ്ട് ഗൈസ്. വിചാരിക്കുന്ന കണക്കല്ല, അവന്മാരുടെ ഒരു അടിക്ക് അത്യാവശ്യം തന്നെ പവർ. ഓക്കെ ഗൈസ്, ദാ വരുന്നു കണ്ട. ഞാൻ ആ ഒരു ആഫ്റ്റർ ഇമേജ് റിസൾട്ട് അടിച്ചപ്പോഴത്തേക്ക് ആള് മാറിയ മാറ്റം ഗൈസ്. 125 3 പേരെ ഇതുവരെ കൊന്നിട്ടുള്ളൂ. ഇനി 5 പേരെ കൊല്ലാറുണ്ട്. അപ്പൊ 5 പേരെ കൊല്ലുമ്പം 3 പേരെ കൊന്നപ്പം 2 ലെവൽ കൂടി. അപ്പൊ ഇനി 5 പേരെ കൊല്ലുമ്പോൾ 3 പേരെ കൂടെ കൊല്ലുമ്പോൾ വീണ്ടും 2 ലെവൽ കൂടും. അപ്പൊ 27. പിന്നെ ഒരാളെ കൂടെ കൊല്ലുമ്പോൾ ലെവൽ കൂടത്തില്ലായിരിക്കും. അറിഞ്ഞൂടെ, എന്തായാലും ഒരു 28 27 അത്രയും കാണും. ഓക്കെ, എന്തായാലും അവനെ ആദ്യം അടിച്ച അതിന് കുറച്ചൊക്കെ ഒഴിഞ്ഞ് മാറി കുറച്ചൊക്കെ കൊണ്ട് തിരിച്ചു വരും അവൻ. അതിന് വരത്തില്ലേ, അതവിടെ വയ്ക്കൂ. അവിടെ ഇന്ന് അവിടെ പോയി അടിക്കണമെങ്കിൽ ശിവമാർ ചൊറയാണ് മൊത്തത്തിൽ. ഇതാ ഇവിടെ ഇല്ലേ, പോയ അകത്തേറി പോയെന്ന് തോന്നി. അവൻ അകത്തേറി പോയി. അകത്തില്ലേ, അകത്തും ഇല്ല പുറത്തും ഇല്ല. ഇവ ഇതവിടെ പോയി സൈഡ് കൊണ്ടോ അവിടെ പോയല്ലോ, അറിയണ്ടോ ചെറുക്കനെ കാണാനില്ലല്ലോ. ചെറുക്കനെ ഇത് എവിടെ കയറി പോയി ആർക്കറിയാം. എന്തേലും ആവട്ടെ, അവിടെ ഉള്ളവന്മാരെ കൊല്ലാം, അതേ ഇപ്പൊ നടക്കും. എന്നിട്ട് തെറിച്ചു അവിടെ പോയി. എപ്പോ ഓടി വരും അവൻ.
ബാ 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 ഇങ്ങ് വാ, ഇപ്പൊ തരാവേ. വായി നിറച്ച് തരാം. ആ കിട്ടിയല്ലേ, കിട്ടിയല്ലേ, കിട്ടാനുള്ള കിട്ടിയില്ലേ. ഓക്കെ ഗൈസ്, കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കേറത്തില്ല, നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ കേറത്തില്ല. ഇനി കേറാൻ പാടാ. മാസ്റ്റർ ഇപ്പൊ തന്നെ 4 പേരെ കൊന്നു. 5ാമത് ഒരാളെ കൊല്ലുമ്പോ 26 നോക്കിക്കോ. ഇപ്പൊ ഇവനെ കൊല്ലുമ്പോ 26 പിന്നെ 6ഉം 7ഉം കൂടെ ഉള്ളൂ. അപ്പൊ 27 മാക്സിമം അത്രേ പോകും. അടുത്ത് ഇതെടുത്താല് നമുക്കപ്പൊ അടുത്ത ആൾ കൊല്ലാൻ പറ്റും. 35,000 ആയുള്ളൂ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോ കിട്ടുന്നത്. ഓക്കെ 26 ഓക്കെ ഫൈനലി 126 എത്തിച്ച്. ഇനിയും കുറെ പോവാൻ കിടപ്പുണ്ട്, അത് വേറെ കാര്യം. 150 പോലും ആയിട്ടില്ല. അപ്പൊ ഒരു വലിയ ഗ്രൈൻഡിങ് തന്നെ ഈ ഒരു എപ്പിസോഡിൽ ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെന്ത് ചെയ്യാം, അതിന്റെ ഇടയ്ക്ക് കോമ്പാക്ട് ചെയ്യുമെന്ന് ഒരുത്തം പോയി. എന്തിന്റെ ഇതാണ് അവന്മാർക്കൊക്കെ എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ട് അവന്മാരൊക്കെ വന്ന് ചുമ്മാ കൊല്ലുന്ന ഞാൻ ആലോചിക്കുന്ന. ഇവിടെ ആരും ഇല്ല, ഇവിടെ ആൾക്കാരുണ്ടോ? ഇടയ്ക്ക് ലാഗ് വന്നു, അരിഞ്ഞിരിക്കുന്നു. അത് അപ്പോഴ ആനിമേഷൻ കാണിച്ചില്ല. വാടാ വാടാ വാ വാ. ഇനി ഞാൻ തീർക്കൂടാ ഗേസ്. അത് കണ്ട, അത് നിങ്ങക്ക് മനസ്സിലാകത്തോലും ഇല്ല. ഒരുമാതിരി ഐഡിയ കിട്ടാത്തൊരു അറ്റാക്കാണ് അത്. അറ്റാക്ക് മനസ്സിലാക്കാൻ തന്നെ പാടാം, നല്ല പാടാം. ഞാൻ അവനെ അടിച്ച് എവിടെ കൊണ്ട് കളഞ്ഞുണ്ടോ അതാ ഇരിക്കുന്നു. ഓക്കെ ഗേസ്, അവനെ കൊന്നു. കണ്ട തീരാറായി, ഈ 2 പേരും കൂടെ കൊല്ലാ ഉള്ളൂ. അവനെ അടിച്ച് അവൻ തിരിച്ച് റിഫ്ലക്സ് ചെയ്തിങ് വന്നു. അവനിപ്പൊ ഞാൻ തീർക്കും കേട്ടോ, അവനിപ്പൊ ഞാൻ തീർക്കും. 7ാമത്തെ ആളാണ് ഇപ്പൊ കൊല്ലുന്നത്. ഇപ്പൊ തന്നെ 127 ആവും. ഓക്കെ ഫൈനലി 127 വരെ എത്തും. ഓക്കെ അവനെ അടിച്ച് ഇവിടെ കൊണ്ട് ഇപ്പൊ വരും തിരിച്ചു പോവാ. 127 ആയി ഫൈനലി. ഫൈനൽ 1. ഇനി ഇവനെ കൂടെ കൊന്നതിനെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ ഇതുവരെ 36,000 വരെ നമ്മൾ എത്തിയുള്ളൂ. ഓക്കെ പക്ഷെ 10,000 ആണ് ക്വസ്റ്റിന്റെ ഒരു രീതി പോകുന്നത്. അപ്പം 46 കിട്ടണം ശരിക്കും പറഞ്ഞ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ല 46 32 അല്ലായിരുന്നു, 42 കിട്ടണം ശരിക്കും പറഞ്ഞ. 47 കിട്ടി. 766 ഗെയ്സ്. ലെവലപ്പ് 765 766 ഗെയ്സ്. 2 ലെവൽ കൂടി. ഇതെങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഗെയ്സ്. എന്തോ ഒരു മായാജാലം നടന്നിട്ടുണ്ട്, അതാണ് ഗണ്ണിനൊന്നങ്ങ് കൊടുക്കാൻ. ഒന്നും കൊടുത്തിട്ടില്ല, സോഡിന് പിന്നെയും കൊടുക്കും ഗെയ്സ്. അങ്ങനെ ഫൈനലി 127 ആയി. മാത്രമല്ല നമുക്ക് വേണ്ട പൈസയും ആയി. അപ്പൊ നേരെ ഹോമിലോട്ട് ടെലിപ്പോർട്ട് അടിക്കുക, അവിടെ പോയി റോൾ ചെയ്യാൻ പോവുകയാണ്. മിക്കവാറും ഏതെങ്കിലും കൊള്ളാത്ത ഫ്രൂട്ട് തന്ന് വിടും. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, നമുക്ക് അത്ര ഉള്ളൂ. എന്തായാലും ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ആ ലൈക്കും ബട്ടനും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്, നല്ലൊരു ഫ്രൂട്ട് കിട്ടാൻ പ്രാർത്ഥിക്കും. ഓക്കെ ഫൈനലി അങ്ങനെ എൻ്റെ എത്രാമത്തെ റോളാന്ന് പറഞ്ഞു എന്തെങ്കിലും റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണാം. ഈഗിൾ എൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉള്ള ഗീസ്. ഈഗിള് പോരാ. ഈഗിള് എനിക്കെന്തിനാ ഇനി ഈഗിളിലുണ്ട് അതാ ആലോചിക്കുന്നു. ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ കേസ് അതേ പറ്റും നമ്മളെ കൊണ്ട്. ഡ്രോപ്പ് അത്രേ ഉള്ളൂ, ഡ്രോപ്പ് ഇവിടെ കിടക്കും. ഓക്കെ ശരി. അങ്ങനെ ആ ഒരു ഇതങ്ങ് തീർന്ന്. ഇപ്പൊ 7,000 രൂപയിലോട്ട് ആയിട്ടുണ്ട് വീണ്ടും. ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നേ. വെറുതെ കുറെ പൈസ കൊണ്ട് കളഞ്ഞു. ഇനി മേലെ റോൾ ചെയ്യത്തില്ല. നോക്കിക്കോ, എനിക്ക് ലക്കില്ല കേസ്, വലിയ റോൾ ചെയ്തിട്ടില്ല. ലക്കില്ലാത്തോണ്ടല്ല, ടൈഗറെ കിട്ടിയ എന്നാലും റോൾ ചെയ്യുമ്പോൾ ലക്കില്ല ദിവസങ്ങളിലും. അപ്പൊ കേസ് ഇനിയിപ്പം നിങ്ങളെ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞു. കാരണം ഇപ്പൊ തന്നെ 127 ആയിട്ടുണ്ട്. ഒരു ഇതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 130, അതായത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഏകദേശം അടിക്കും. അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താം. ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കുന്നു. ഓക്കെ എല്ലാവർക്കും ഞാൻ ഇത്ര സംസാരിച്ചോണ്ടിരുന്ന ശല്യം മനസ്സിലായി. എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്. ഓക്കെ മറക്കല്ലേ കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ് ഓഫ് ദി വീഡിയോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തും. മാത്രമല്ല 130 ആവും. ഹോപ്പ്ഫുള്ളി 130 ആവും. നമ്മൾ 130 ആയിക്കഴിഞ്ഞാൽ പിന്നെ
അധികം വലിയ ദൂരമില്ല, എന്നാലും നമ്മൾ കുറെ കഷ്ടപ്പെടുന്നു. ഓക്കെ, ദൂരമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടപ്പാട് തന്നെ പെട്ട്. കണ്ട കേസ് ആ അസൾട്ട് അല്ല, ആഫ്റ്റർ ഇമേജ് അസൾട്ട് എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലേ, അതൊരുമാതിരി OP അടിയാ ഗീസ്, OP അടിയാ. അടിയില് നല്ല ഡാമേജ് എനിമീസിന് കയറുന്നുണ്ട്. മാത്രമല്ല അടി നല്ല ഒരു നല്ല ആനിമേഷൻ ഉള്ള ഒരു അടിയും കൂടെയാണ് അത്. ഓക്കെ, അവന് കിട്ടിയില്ല. ഏതോ അയ്യത്തൊക്കെ പോയി ആ അടി. ഇത് വേറെ ആയിരുന്നു. പക്ഷെ എന്നാ ആദ്യത്തത് തന്നെ കേറില്ല ഗ്യാസ്. ആദ്യത്തെ തന്നെ നമുക്കിപ്പം XP കയറിയില്ല, 127 തന്നെ നിൽക്കുക. ഒരു 2 ലെവൽ കയറിയാ കയറി ഈ ഇപ്രാവശ്യം, അത്ര എനിക്ക് പറയാൻ പറ്റും. 2 or 3 ലെവൽ മാക്സിമം. ആ ഡയമണ്ട് വന്നിരുന്നെങ്കിൽ അവനെ അടിക്കായിരുന്നു. പക്ഷെ ആ ചെറുക്കൻ വരുന്നില്ല, എന്ത് ചെയ്യാനാ നമ്മള്. ഓക്കെ, 128 ഹോപ്പ്ഫുള്ളി 128 ഒരു ക്വസ്റ്റ് ചെയ്യുമ്പോൾ 130 ഉറപ്പായിട്ടും ആവും. അങ്ങനെ 2 പേരെ കൊന്നപ്പോ തന്നെ 128. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇത് 110 കിടന്ന സമയത്തെ ഈ ഒരു ക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോ എങ്ങനെ പോയാലും ഒരു 14 ലെവലെങ്കിലും കയറും. പക്ഷെ ഇപ്പൊ കേറാൻ ഭയങ്കര പാടാണ്. ഗ്രൈൻഡിങ് അത്രയ്ക്ക് ടഫാണ് ടൈഗർ ഫ്രൂട്ടിൽ. പക്ഷെ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൈഗർ ഫ്രൂട്ട് വലിയൊരു ലാഭമാണ്. നല്ല OP ആവും ടൈഗർ. അതായത് ഇപ്പൊ ഞാൻ ആകെ 3 മൂവേ അൺലോക്ക് ചെയ്തുള്ളൂ. ആ 3 മൂവ് തന്നെ അങ്ങനെ 20 അടുത്താളെ കൊല്ലുന്നോണ്ടിരുന്നതാണ്. പെട്ടെന്ന് എന്തോ ഒരു ഇതാ ലാഗ് അടിച്ചപ്പോ നിർത്തിയതാണ്. 2 പേരെ ഇപ്പൊ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റും. 29 ഇവനെ ഇപ്പൊ കൊല്ലും ഞാൻ. അവനെയും കൊന്നോ അവൻ ചത്തില്ലേ പോയാ. അത് ഈ സോന്താ വന്ന് ഇരിച്ച്. അവൻ ചത്തില്ലേ ആ പൊട്ടൻ ചത്തില്ലേ, ഇപ്പൊ ചാച്ചയുള്ളൂ. 4, 5 2 പേരെ കൊന്നു. ഇപ്പൊ രണ്ടാമത്തെ ആളെ കൊന്നു. ഇനി ഒരാളെയും കൂടെ കൊല്ലുമ്പോ 130 ഫുള്ളി ആയി. 131 കയറാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഞാൻ. പക്ഷെ എന്നാലും ഉറപ്പൊന്നുമില്ല, അത്ര വലിയ ഉറപ്പൊന്നുമില്ല 131 കയറുമെന്ന്. എന്നാലും ഒരു ചാൻസ്, അത് മാത്രം. ഓക്കെ, മിക്കവാറും ഇതിലൊന്നും കയറത്തില്ല. 130 കയറാൻ ചാൻസ് കുറവാണ്. ചെലപ്പം 131 നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത്. ഓക്കെ, അത്ര എനിക്ക് പറയാം. തീർന്നില്ലേ കേസ്. ഹോപ്പ്ഫുള്ളി അങ്ങനെ 130 നമ്മൾ ടാർഗറ്റ് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി 2 ആൾക്കാർ ബാക്കിയുള്ളപ്പോഴേക്ക് തീർന്നു. ഓക്കെ, ടാർഗറ്റ് തീർന്നു. എന്നാൽ ടാർഗറ്റ് കടന്നു പോകാൻ നമുക്ക് നോക്കാം. എന്തായാലും കടന്നു പോകാനാണ് ചാൻസ്. 131 അടിക്കും മിക്കവാറും. ഇനി 2 പേരുണ്ടല്ലോ ബാക്കി. 131 അടിക്കാനാണ് ഇപ്പൊ ഞാൻ കാണുന്നത് ചാൻസ്. ഓക്കെ, ചത്തില്ലേ, ചത്ത്. 599 കിട്ടി. ഈ ചെറുക്ക എല്ലാത്തിനും ഒഴിഞ്ഞു മാറി. ഇനി ഇവനെയും കൂടെ വല്ലേ ഉള്ളു. ഇവനെയും കൂടെ കൊന്നതിനാ 131 ഫൈനലി. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ 131 ലെവൽ അടിച്ചു. ഓക്കെ, അവന് 1000 സംതിങ് ഡാമേജ് കിട്ടി. ഈ അസൾട്ട്, ആഫ്റ്റർ ഇമേജ് അസൾട്ട്, അത് ഏതോ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ഡാമേജ് കൊടുക്കും. നേരത്തെ എപ്പോഴോ അങ്ങനെ ഉപയോഗിച്ചപ്പോ കൊടുത്തായിരുന്നു. അപ്പൊ 167 ലെവലും 130 മാസ്റ്ററിയും ആയിരിക്കുകയാണ് ഫൈനലി ഞാൻ. അപ്പം അപ്പോഴത്തേക്ക് വീഡിയോ 1/2 മണിക്കൂറായി. എന്തായാലും മൊത്തത്തിൽ ഒരു 3 സ്റ്റാറ്റ് പോയിന്റ്സ് കിട്ടി. ഒരെണ്ണം ഞാൻ ബോക്സ് ഇട്ട് കൊടുത്തൊരെണ്ണം ഗണ്ണി കൊടുത്തൊരെണ്ണം ഡിഫൻസ് കൊടുക്കുകയാണ്. അപ്പോഴേ ഹെൽത്ത് കൂടും. 125 130 ഒരെണ്ണം ഡിഫൻസ് കൊടുത്തു. അപ്പോൾ ഹെൽത്ത് കൂടട്ടെ പവർ കട്ടെ. കിട്ടുന്ന സ്റ്റാറ്റ്സ് കൊടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇനി കുത്തിറക്കാൻ പോകും. ഓക്കെ, 23,000 രൂപയായി എങ്ങനെയോ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഓഫ് ക്യാമറയിലേ ചെയ്യാൻ പറ്റും. അപ്പൊ ശരി ഗൈസ്, ഇതൊരു സാധാ ഒരു ഗ്രൈൻഡിങ് എപ്പിസോഡായിരുന്നു. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ സബ് ചെയ്യാനും മറക്കില്ല ഗൈസ്. ഇനി ഇതേപോലത്തെ ഗ്രൈൻഡിങ് വീഡിയോസ്, ബ്ലോക്ക് ഫ്രൂട്ട്സിന്റെ ഗൈഡ് വീഡിയോസ്, അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. നമ്മള് ബ്ലോക്ക് ഫ്രൂട്ട്സ് ബിഗിനേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം
അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് കാത്തിരിക്കുക. ഓക്കെ, ഞാൻ പെസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വാക്ക് ത്രൂ വരുന്നതായിരിക്കും. നമ്മുടെ ടീം ഇപ്പം ഏകദേശം സെറ്റാണ്. ഓക്കെ, അപ്പം ബൈ.